വ്ലോഗ് 2ലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സൺഡേ ആണേ, പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്ന് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മളതൊന്ന് കറി വെക്കുന്ന ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിലേക്ക് പോകാവേ. ഓക്കെ, 1 കിലോ ബീഫാണ് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിൽ നമുക്ക് കുറച്ച് സവോള, കുറച്ച് സവോള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി കൂടിയിട്ട് അതും കുറച്ചിട്ട് നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി കുറച്ചിടുക. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില ഉണങ്ങിപ്പോയിട്ടോ, ഫ്രിഡ്ജിൽ വെച്ചതാണേ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ശകലം മുളക് പൊടി കൂടി ഇട്ട് എൻ്റെ സ്പൂൺ അതിൻ്റെ ഉള്ളിലായി പോയി. മുളക് പൊടി ഇട്ടപ്പോൾ എൻ്റെ സ്പൂൺ അതിൻ്റെ ഉള്ളിലായി പോയേ. പിന്നെ കുറച്ച് ഉപ്പും കൂടി എടുത്ത് നമുക്ക് നല്ലോണം കൈ കൊണ്ട്, ഞാൻ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതാട്ടോ, കൈ കൊണ്ട് നല്ലോണം നല്ലോണം കുഴയ്ക്കണം കേട്ടോ. കുഴച്ചിട്ട് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും മുളകും എല്ലാം കൂടെ, ഇറച്ചിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ നല്ലപോലെ ഞെരട്ടണേ. നല്ലപോലെ അത് സെറ്റാവണേ. സെറ്റാക്കി നല്ലപോലെ ആയിട്ടുണ്ട്. നമ്മളിത് കുക്കറിലേക്ക് ഇടുക കേട്ടോ. കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് നാളായി വീഡിയോ എടുത്തിട്ടേ, എന്താണെന്ന് ചോദിച്ചാൽ ടൈം കിട്ടിയില്ല. കുറച്ചൊക്കെ പരിപാടിയുടെയൊക്കെ പുറകെ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് നിന്നിട്ട് നമ്മുടെ വ്ളോഗിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഇത് അതിൻ്റെ അകത്തിട്ടിട്ട് ഇനി ഒരിത്തിരി വെള്ളം, ആ പാത്രം കഴുകി ഒഴിക്കണേ. ഒഴിച്ചിട്ട് കുക്കർ അടയ്ക്കുക. അടുക്കളയൊക്കെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. കുക്കിങ്ങിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ പുട്ടും മീൻകറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒതുക്കിയിട്ടില്ല, അടുപ്പത്ത് വെച്ച്. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാവേ. ഓക്കെ, ബീഫ് നല്ലോണം വെന്തു കേട്ടോ. 2 വിസിലടിച്ച് വെച്ചാൽ മൂപ്പ് കുറഞ്ഞ ബീഫായതുകൊണ്ട് ഒത്തിരി വിസിലടിപ്പിച്ചില്ലേ. അപ്പം ബീഫ് വെന്ത് വെച്ചു. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചു, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇല്ലേ, കുറച്ച് സവാള ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് തട്ടിയിടാവേ. സവാളയും പച്ചമുളകും എല്ലാം ഉണ്ട്. മുമ്പേ നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ ബാലൻസാണ് കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്തിരി കഴിയൊരു ചെറിയൊരു ചുവപ്പ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടാം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് കുറച്ച് മാറ്റി വെച്ചായിരുന്നല്ലോ, അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇതാവണേ. നമ്മൾ ഇറച്ചിക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, എന്നാലും നമുക്കിതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ. കാരണം അതിനകത്ത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ലേശം ഇട്ടിട്ടുള്ളായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്
ഒരു ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാതെ. എന്താണെന്നറിയോ, ഒത്തിരി പോരായി എന്തോന്നൊരു ഡൗട്ടേ. മതി, ഒത്തിരി ഒഴിക്കണ്ട, ബീഫല്ലേ. ഞാൻ കുറച്ചേ ഒഴിച്ചുണ്ടായിരുന്നു, ഒരു ലേശം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അടിയിൽ പിടിക്കുമെന്നൊരു സംശയത്തിൻ്റെ പേരിൽ ഒഴിച്ചതാണേ. ഒരു റെഡ് കളർ ആവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യാമേ. ആടിയിട്ടുണ്ടേ. നമുക്കതിലോട്ട് കുറച്ച് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇടാവേ. എനിക്കൊരു അളവ് അറിയാം കേട്ടോ, എരിവിൻ്റെ അനുസരിച്ച് മതി. എനിക്കധികം എരിവ് പറ്റില്ല, വേണ്ടാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അധികം എരിവ് ഇടുന്നില്ല. പിന്നെ കുറച്ച് ബീഫ് മസാല കേട്ടോ, ഈസ്റ്റേണിൻ്റെ ആണേ. ഈസ്റ്റേണിൻ്റെ ബീഫ് മസാല ഒക്കെ എനിക്ക് കൈയളവാണ് കേട്ടോ. നിങ്ങളിടുമ്പോൾ നിങ്ങൾക്ക് സ്പൂണിൻ്റെയോ ഒരു 1 ടീസ്പൂണോ, 1 കിലോ ചിക്കനാണ്, അപ്പം നമ്മളതനുസരിച്ച് അങ്ങ് ഇട്ടാൽ മതി. അപ്പം ഒരു 1.5 സ്പൂണോളം ബീഫിൻ്റെ മസാല ഇട്ട്, പിന്നെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിക്ക് 1 സ്പൂണ്, പിന്നെ ഒരു ലേശം കൂടി ഇട്ടു കേട്ടോ, 1.5 സ്പൂൺ ഇട്ട്. പിന്നെ നമ്മൾ ഇടേണ്ടത് എന്താണെന്നറിയോ, മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ സ്പൂൺ ഇതിൻ്റെ ഉള്ളിലായിപ്പോയി. എൻ്റെ ഉള്ളിലായിപ്പോയി മുളക് പൊടി ഇട്ടപ്പോഴേ. അത് എരിവനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാനൊരു 2 സ്പൂൺ ഇടുന്നുണ്ട്, 2.5 സ്പൂൺ ഇടുന്നുണ്ട്. നമുക്ക് നോക്കാം, നോക്കിയിട്ട് ബാക്കി എടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് മുളക് പൊടി അത് മതി. ഇത്ര ഇട്ടാൽ ഭയങ്കര എരിവായിരിക്കും. ഈ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്. ഞങ്ങൾ ഈ പൊടിപ്പിക്കുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കണത്. ബീഫിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണേ. അപ്പം ഞാൻ അതും കൂടി ഇട്ടു കേട്ടോ. ഇനി നമ്മൾ ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ, ബീഫ് വേവിച്ച് വെച്ചത് നമ്മളിതിലോട്ട് ഇടുന്നു. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, നമുക്കതൊന്ന് ചെറുതായിട്ട് വറ്റിക്കണേ. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വറ്റിക്കണ്ട, ഇത്തിരി വേണം. ഇപ്പം ഇതിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവണം, അപ്പോൾ ഒന്ന് വറ്റണം ഇത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഇതിങ്ങനെ വയ്ക്കാം, എന്നിട്ടത് അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാവേ. നമ്മുടെ ബീഫ് റെഡിയായി. ഇനി ഇത്തിരി കറിവേപ്പില, ഇത്തിരി ഞാൻ പറഞ്ഞല്ലേ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലേ, ഫ്രിഡ്ജിലിരുന്നിട്ട് കുറച്ച് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ കറിവേപ്പ് മൊത്തം കരിഞ്ഞു പോയിട്ടില്ല, എന്നാലും കുറച്ചായിട്ടുണ്ടേ. അപ്പം അതിൽ നിന്ന് പറിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ വേറെ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പിലാണേ. അതൊരു കുപ്പിക്കകത്തിട്ട് വെച്ചേക്കാം ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഇത്തിരി മാടിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാസ്റ്റ് ബീഫ് കറിയുടെ ലാസ്റ്റായേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബീഫ് കറിയുടെ ഒരു എൻഡിങ്. കറി റെഡി കേട്ടോ. ഇനി ഇത് ഊണ് കഴിക്കാൻ നേരത്ത് നമ്മൾ എടുക്കുകയുള്ളൂ. ഇതുപോലെ ബീഫ് കറി വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ചാനൽ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.